കേരളത്തില് എനിക്ക് തോന്നുന്നു എന്റെ കൂടെ പിടിക്കാൻ ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ വന്നിരിക്കുന്ന കിക്കിന്റെ ഒരു അടിപൊളി പ്രോഗ്രാമിനാണ്. എന്ത് പ്രോഗ്രാമിനാണ് വന്നിരിക്കുന്നത്? നമ്മുടെ കിക്ക് ഓണം പരിപാടി, ഓണത്തിന് ഗെറ്റ് ടുഗദർ അകത്തുണ്ട്. അകത്ത് എല്ലാ ടീംസും ഫുൾ പവർ ആക്കിക്കൊണ്ടിരിക്കുക. ഫുൾ പവർ. നിങ്ങൾക്ക് ചാനലിൽ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഒരു ദിവസം മൊത്തം നമുക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുക. സെറ്റ് പ്രശ്നമല്ല, എല്ലാ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് അകത്ത് പോയി നോക്കാം. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ. രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ തരുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ ബാൻഡ് കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ ഒരു അല്ലേ കൊടുത്തിരിക്കും. തന്നില്ലെങ്കിൽ പിടിച്ചു വലിക്കും. അതാണ്. ഇനി പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പിന്നെ സ്പോൺസർ ചെയ്ത എൻ്റെ ഒരു സാരി. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാനല്ല പറയേണ്ടത്. അല്ല, നിങ്ങളുടെ പേജ് ഏതാന്ന് പറയുന്നത്? സ്റ്റൈൽ സ്റ്റോറി. ഞങ്ങളുടെ പേജ് സ്റ്റൈൽ സ്റ്റോറി എന്നാണ്. പുതുതായിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഷെൽമി ഒക്കെ വേണം ഞങ്ങൾക്കത്. ആക്ച്വലി ഞാൻ ഒരുപാട് സാരീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണിക്കാറുണ്ട്. പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ പേജിൽ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കിത് വേണം. അപ്പൊ തന്നെ ഒന്നും നോക്കിയില്ല, ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ട് വൺ ഡേ എനിക്ക് ബ്ലൗസ് സർവീസ്. എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ സത്യം പറയട്ടെ, ഒരു ദിവസം കൊണ്ടാണ് എനിക്കിത് ശരിയാക്കി തന്നെ. അതും പുലർച്ചെ 4 മണിക്ക്. ഇന്ന് പ്രോഗ്രാം ആണെങ്കിൽ പുലർച്ചെ 4 മണിക്കാണ് എനിക്ക് ഈ ഒരു സംഭവം തരുന്നത്. എന്റെ ലുക്ക് ഫുൾ ആയിട്ട് ഒന്ന് എടുത്തു തരുമോ? ഇതാണ് എന്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെമ്പരത്തിന് ഇവിടെ വെക്കട്ടെ എന്നൊരു ഐഡിയ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടിഷ്യൂ സാരിയാണ് വിത്ത് അടിപൊളി ബ്ലൗസ്. ഈ ബ്ലൗസും ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണ്. ആളാണ് സ്റ്റിച്ച് ചെയ്തതാണ്. അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. പെട്ടെന്ന് വിത്തിൻ 1 hour കൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത ഒരു പരിപാടിയാണ് ഇത്. നമ്മുടെ പേജാണ് സ്റ്റൈൽ സ്റ്റോറി. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാം 24/7 ആണ് നമ്മുടെ സർവീസസ്. അത് നമ്മൾ ഇന്ത്യയിലും ഓൾ ഓവർ നമ്മൾ ചെയ്യുന്നുണ്ട്. ദുബായിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ദുബായിൽ 24/7 നമ്മൾ സ്റ്റിച്ചിങ് സർവീസസിൻ്റെ കസ്റ്റമേഴ്സിൽ എത്തിയിട്ടില്ല. ബട്ട് നമ്മുടെ വെബ്സൈറ്റ് അവിടെ ഓപ്പൺ ആണ്. നമ്മളെല്ലാം ബ്രാൻഡായിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഓപ്പൺ ആണ്. ഇപ്പം എൻ്റെ ഡ്രസ്സ് മാത്രമല്ല, ഈ ഒരു ഔട്ട്ലെറ്റ് മദ്രാസി ചെക്ക് ഞാൻ മാത്രമേ എടുത്തുള്ളൂ. അതെ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പറയാ, ഇതേപോലത്തെ സ്റ്റൈലാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന ഓരോ സാരികളും നമ്മുടെയാണ്. ശരി, അങ്ങനെ അകത്തിക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫാമിലി എല്ലാവരും ആയിട്ടുള്ളത്. അവിടെ ഭയങ്കര ശബ്ദം. എൻ്റെ ഫാമിലീസ് ഇതാ അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ സൈഡിൽ ഇതൊക്കെ ഓരോ ഫാമിലീസിന്റെ ഓരോരോ മെമ്പേഴ്സ് ആണ്. ഇനി അകത്ത് കയറി നോക്കാം. നമ്മുടെ ഫുൾ പവറാണ്, പവർ. I request everyone to join this inaugural ceremony. Jamshid, Wahab, Nigil, Shafnan Ali. ആദ്യമായിട്ട് കാശ് അങ്ങോട്ട് കൊടുക്കാണ്ട് ഇങ്ങോട്ട് കിട്ടിക്കുന്നത്. Thank you. കാശുണ്ട്. കാശ് തുറന്നാണ് മക്കളെ. എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. 101 രൂപ Naivedya, $1 വീഴും. Sneha Sai, Sajid Gulzar, താങ്ക് യു സോ മച്ച്. Akshara. അതാണ് കിക്ക്. ഉറപ്പ് വരുത്തിക്കാണ് 101 രൂപ ഉണ്ടോന്നുള്ളത്. 101 രൂപ കിക്കിന്റെ ഓണ സമ്മാനമാണ്. അതല്ല അവന് സ്പെഷ്യൽ, ഞങ്ങൾക്കത് സ്പെഷ്യൽ അല്ല. അതൊന്ന് ചോദിക്കണല്ലോ. ഓണടിയാണോ? ജഷ്മ. ഈ കലക്കിക്കോണം 2026 സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി കലക്കിക്കോണം 2026. There is an announcement we have to make. I do welcome you all to join into the center of the stage. നമ്മൾ സ്റ്റേജിൽ നടത്തുന്നുണ്ട്. അതിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. But before that, you can enjoy the Konam 2026.
ഗംഭീരമായിട്ട് പരിപാടി നടക്കണം, ഗെയിംസ് നടക്കണം. അപ്പൊ ഇവിടെ അതെ 4 ആള് റെസ്റ്റിലാണ്. നിങ്ങളെന്താ ഗെയിമിൽ കൂടാത്തേന്ന്? കയ്യടി മാത്രമേ ഉള്ളൂ അല്ലേ? അതവിടെ സൈഡില് വെറുതെ നല്ല എല്ലാവരും മേക്കപ്പ് ഒളിച്ചു പോവാ. അത് തടത്തിരിക്കണം എല്ലാവരും. അല്ല എന്താണ് അയ്യോ അത് എന്റെ ചാനലിൽ തന്നെ പിന്നെ നമ്മുടെ ന്യൂ മെമ്പർ എങ്ങനെയുണ്ട്? നമ്മുടെ ഈ ഗ്രൂപ്പിൽ കയറിയിട്ടൊക്കെ എങ്ങനെയുണ്ട്? നമ്മളൊക്കെ പിന്നെ പഴഞ്ചന പിള്ളേർക്കും ഇവിടെ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാദാ ചെറുക്ക ഹാപ്പി അല്ലേ? ഓച്ചു ഭയങ്കര ബിസിയാണ് കളിയില്. എന്താ അവിടെ ഈ ഗെയിം കളി നടന്നോണ്ടിരിക്കട്ടാ. സ്പൂൺ റേസ് ആരാ തൂക്കിയെന്ന് അറിയില്ല. ആരാ തൂക്കിയെന്ന് പോയി നോക്കിട്ട് ചങ്കാണ് അതെ. ഭക്ഷണത്തിന്റെ നേരെ ചങ്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഫുഡ് വന്നപ്പോ പറഞ്ഞില്ലേ ഓണം സദ്യ തുടങ്ങി. എന്താണല്ലേ നോക്കട്ടെ. ചോറ്, സാമ്പാറ്, ഉപ്പേരികള്, അച്ചാറ്, ഇഞ്ചംപുളി, പിന്നെ പപ്പടത്തിന്റെ അടിയിലെന്താ ശർക്കര ഉപ്പേരി, ചിപ്സ്. അപ്പൊ ഫുൾ റഷാണ് ഇവിടെ. ചോറുണാളെ ഓണം സദ്യ കഴിക്കാനുള്ളത്. ഭയങ്കര ബിസിനസ് ഡീലിംഗ് ആണ് ഇവിടെ അല്ലേ? ഭയങ്കര ബിസിനസ് ഡീലിംഗ് ആണ്. അയ്യോ അങ്ങനെ ഞാൻ കറുത്തു. സത്യം വരടയിലൊക്കെ ഞാൻ കറുത്തു നിൽക്കണത്. ഏത് ക്രീമാ യൂസ് ചെയ്യുന്നത്? കേരളത്തില് ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് ഞങ്ങള് പ്രൊമോഷൻ ഞങ്ങളിപ്പോ അവിടെ നിന്ന് പറയായിരുന്നു. ഷെൽമിയുടെ എനർജി ഇവിടെ വന്ന ഒരാളിലും കണ്ടിട്ടില്ല. അത്ര എനർജിയാണ്. എന്താ കഴിക്കണതല്ലേ നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുമ്പോണ്ടല്ലോ എനർജിയുടെ നടുക്കിലാണ് ഞാൻ. എനിക്ക് വയ്യ. രണ്ടുപേരും കൂടി കേരളത്തില് എനിക്ക് തോന്നുന്നു എന്റെ കൂടെ പിടിക്കാൻ ഒറ്റയാളല്ലോ. പച്ചടിച്ച് പോളിക്കില്ലേ? ഞാൻ കസേര കളിക്കാൻ കപ്പടിച്ച് അല്ലേ? കൊല്ലം ടീം അല്ല പച്ചയല്ലേ മഞ്ഞ ഞങ്ങള് ഈ കപ്പും കൊണ്ടുപോകും. ഞങ്ങൾക്കുള്ള കപ്പാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും ഗെയിമില് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത്. ഒരു ഗെയിമിൽ ഇറങ്ങിയത്. അതിൽ ഞങ്ങൾ ടീമിന് നല്ല പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഉള്ള ഗെയിമിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായില്ല. സ്പൂൺ റേസ് പോയി. പിന്നെ ഇനി നമ്മ ഇറങ്ങിയ അത് നമ്മ അടിക്കും. പൊളിക്കും നമ്മള്. കംഫർട്ടബിളിന് വേണ്ടിട്ട് മാത്രം കേട്ടോ സാരി ഉടുക്കുന്നത് ഞാൻ എല്ലാവരും സൈഡിൽ നിന്ന് മാറി നിൽക്കുക. അവിടെ മൈക്കിന്റെ ശബ്ദം എല്ലാവരും സൈഡിൽ നിന്ന് മാറി നിൽക്കുക. ടീം യെല്ലോ ഉറി പൊട്ടിക്കോളാണ് കളിക്കാൻ പാടില്ല. എല്ലാവരും ഉറിയുടെ സൈഡിൽ നിന്ന് മാറി നിൽക്കുക. യെസ് അടുത്തത് സെക്കൻഡ് ഷോട്ട് ആണ്. ഇപ്രാവശ്യം അടിക്കോ? യെല്ലോ അടിക്കോ? എല്ലാവരും ചെയ്യണേ. ഇതാണ് ഞങ്ങൾ തൂക്കാൻ പോണ സമ്മാനം. ഗ്രീൻ ടീമുകാർക്കുള്ളത് സമ്മാനം ഒരുപാടുണ്ട്. ഗ്രീൻ ടീമുകാർ തൂക്കാൻ പോണു. പിന്നെ ഇതാ ഇവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേരുടെ വക ഇവിടെ ഗെയിംസ്. ഇവിടെ ഉറിയടി കഴിഞ്ഞിട്ടില്ല. എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കുക. എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കുക. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു.
കുറച്ച് വയറൊക്കെ പുറത്തേക്ക് തള്ളി മാറ് 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 മാറ്. ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അവര് സ്വന്തമായി അവരുടേതായ ഡിസൈൻ. എടാ, ജഡ്ജ് ചെയ്യാൻ ആരും പറ്റുന്നില്ല. ജഡ്ജസിനെ ഒരു ചിറ്റ് ചിറ്റ് ചിറ്റ്. ഞാൻ പറഞ്ഞ പോലെയല്ല ചെയ്ത്. ശരിയായില്ല, കൊള്ളാക്കി. ഞാൻ കൊള്ളാക്കി എന്നാ പറഞ്ഞേ. ഞാൻ കൊള്ളാക്കി എന്ന് പറഞ്ഞല്ലോ. കാല് വേദന എടുക്കും. ഇത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളതാണ്. കപ്പാസിറ്റി ഇല്ലാത്ത ആളതെ ഒരാൾ കൂടി ഉണ്ട്. ഉറങ്ങിയിട്ടില്ല. അതിന് ഒരു ഗെയിമിൽ പങ്കെടുത്തില്ലല്ലോ. ഇല്ല, കാരണം ഞാൻ ബോഡി പെയിനൊക്കെ ആയിട്ടിരിക്കില്ല, അതുകൊണ്ട് ഗെയിമിൽ പങ്കെടുക്കുന്നില്ല. ഒരാൾ ബാക്കിലുണ്ട്. ഹായ് പറഞ്ഞേക്കോ. ഓ, ഞാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അറിയാലോ അറിയാലോ, നമ്മളെല്ലാരും അറിയാലോ. ശ്രദ്ധിക്കണം. Take the rope. വിട്ട് തന്നിരിക്കണോ? ശരി, Tight. അപ്പൊ ഞങ്ങൾ ആസ്വദിക്കട്ടെ. അടുത്ത ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ സായിബ്രോന് ഷൽമി ക്യാപ്റ്റൻ, ഗ്രീൻ ക്യാപ്റ്റൻ അഞ്ജും. അടുത്തത് നമ്മുടെ ബിസ്ക്കറ്റ് നീണ്ട മത്സരമാണ്. Left, right, left, right. 1, 2, 3, let's go. And then kick. What do you mean by kick? It is Kerala influencers community. Community പേരാണ് kick. And നമ്മൾ എന്തിനു വന്നു? ഓണം. That's how the name states. Kalakikoonam 2026. Thank you all.